ഹായ് എവ്രിവൺ, ബിസിനസ് ബസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അതായത് ആമസോണിൽ നിങ്ങൾ സെല്ലിംഗ് ചെയ്യുന്ന സമയത്ത് എത്ര റുപ്പീസ് അല്ലെങ്കിൽ എത്ര ബഡ്ജറ്റ് നിങ്ങൾ സ്പോൺസേർഡ് ആഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നുള്ളത്. അപ്പോൾ ഏകദേശം എത്ര രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സ്പോൺസേർഡ് ആഡ്സ് ചെയ്യണമെങ്കിൽ എത്ര ബഡ്ജറ്റ് നമ്മൾ കണക്കാക്കണം എന്നുള്ളത് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, എസ്പെഷ്യലി നിങ്ങളൊരു ബിഗിനർ ആവുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നതും എന്തൊക്കെ ഫാക്ടേഴ്സാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഇങ്ങനൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യേണ്ട സമയത്ത് എന്നുള്ളതിനെ പറ്റി പറയാനായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആമസോണിൽ ആഡ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്? ഈ ഒരു കാര്യമാണ് നിങ്ങൾ ഫസ്റ്റ് ആൻസർ കണ്ടെത്തേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആമസോണിൽ ആഡ്സ് ചെയ്യാൻ ഓരോരുത്തർക്കും ഓരോ റീസൺസ് ആയിരിക്കും. മെയിനായിട്ട് കോമൺ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് സെയിൽസ് കൂട്ടുക എന്നുള്ളതായിരിക്കും. പക്ഷെ അത് മാത്രമാണോ ആമസോണിൽ ആഡ്സ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? അല്ല. പലർക്കും അത് ബ്രാൻഡിനെ പറ്റിയുള്ള അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് കുറേ പേർക്കെങ്കിലും അറിഞ്ഞോട്ടെ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് ആളുകൾ അറിഞ്ഞോട്ടെ എന്നുള്ള രീതിക്ക് ഒരു ബ്രാൻഡ് അവയർനെസ് എന്നുള്ള രീതിയിൽ ആളുകൾ അങ്ങനത്തെ ഒരു മോട്ടീവ് വെച്ചിട്ട് ആഡ്സ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയൊരു പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റിംഗ് നിങ്ങൾ ചെയ്തു, ആമസോണിൻ്റെ പോർട്ടലിലേക്ക് നിങ്ങൾ പുതിയൊരു ലിസ്റ്റിംഗ് ചെയ്തു. ആ ഒരു ലിസ്റ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് ട്രാഫിക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുകയാണ്, അതിനുവേണ്ടി നിങ്ങൾ ആഡ്സ് ചെയ്യുകയാണ്. അപ്പോൾ അത് മൂന്നാമത്തെ റീസൺ. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഇൻക്രീസിങ് സെയിൽസ് ആണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ബ്രാൻഡ് അവയർനെസ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായി ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമായിരിക്കാം. നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് മേ ബി നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്ട്സ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ മാനുഫാക്ചർ ആണെന്ന് വിചാരിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹോൾസെയിലർ ആണെന്ന് വിചാരിക്കുക. ഒത്തിരി പ്രൊഡക്ട്സ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ മേ ബി അടുത്ത മാസം ലാസ്റ്റോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഒരു 3 months ടൈമിൻ്റെ ഉള്ളിലോ എക്സ്പയർ ആവാനായിട്ട് കിടക്കുന്ന പ്രൊഡക്ട്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ സ്റ്റോക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആഡ്സ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ക്ലിയർ ആവുന്ന രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോസ്റ്റെങ്കിലും അറ്റ്ലീസ്റ്റ് കവർ ചെയ്ത് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റോക്ക് ക്ലിയർ ചെയ്ത് കിട്ടണം, അതായത് എക്സ്പയർ ആവാൻ പോകുന്ന പ്രൊഡക്ട്സാണ്. ആ സ്റ്റോക്ക് കംപ്ലീറ്റ്ലി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സമാധാനം, മേ ബി കോസ്റ്റ് കവറായി കിട്ടും, അല്ലെങ്കിൽ ഇത്ര % നമുക്ക് ഒരു ചെറിയൊരു പ്രോഫിറ്റോട് കൂടി അത് സോൾഡ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ആ ഒരു സ്പേസ് നമുക്ക് ക്ലിയർ ആയി കിട്ടും, ആ ഒരു സ്പേസിൽ നമുക്ക് മറ്റ് പ്രൊഡക്ട്സ് വെക്കാം. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം നാലാമത്തെ നിങ്ങളുടെ ഒബ്ജക്റ്റീവ്, അതായത് ക്ലിയറിങ് ഇൻവെൻട്രി എന്നുള്ളത്. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളുടെ മാർജിൻസ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രോഫിറ്റ് മാർജിൻ നമ്മൾ എന്തിനാണ് മനസ്സിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ്സിനേക്കാൾ അധികം നമ്മൾ ആഡ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, നിങ്ങൾ വിൽക്കുന്ന പ്രൊഡക്ട്സിൻ്റെ കോസ്റ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ആമസോണിൻ്റെ സെല്ലിംഗ് ഫീസ്, റെഫറൽ ഫീസ്, FBA ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ FBA ഫീസ്, ഇത്തരത്തിലുള്ള ഫീസുകൾ എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. ഇനി അതുപോലെ തന്നെ മറ്റ് ഓപ്പറേഷണൽ ഫീസ്, അതായത് ഡെലിവറി ചാർജസ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് GST കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ GSTയുടെ നിങ്ങളുടെ പ്രൊഡക്റ്റിന് എത്ര % വരുന്നു എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ കോസ്റ്റ് കംപ്ലീറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നതാണ് നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ടത് അഡ്വർടൈസിങ് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. സപ്പോസ് നിങ്ങളൊരു ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക, ആ ചെയ്ത ആഡ്സിന് നിങ്ങൾക്ക് എത്രത്തോണ്ട് ബെനിഫിറ്റ്സ് ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു മെട്രിക് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾ എത്ര ആഡ്സിന് എമൗണ്ട് സ്പെൻഡ് ചെയ്തു ആൻഡ് നിങ്ങൾക്ക് എത്ര ആഡിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാനായിട്ട് പറ്റി, എത്ര സെയിൽസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളതിൻ്റെ ഒരു മെട്രിക്കാണിത്. അപ്പോൾ ഈ ഒരു അഡ്വർടൈസിങ് കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ACOS മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എത്ര എമൗണ്ട് ആഡ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്തു എന്നുള്ളത് ഡിവൈഡ് ചെയ്യുക. എന്ത് വെച്ചിട്ട്? ടോട്ടൽ നിങ്ങൾക്ക് എത്ര ആഡ്സിൽ സെയിൽസ് ഉണ്ടായി എന്നുള്ളതിനെ വെച്ചിട്ട്, എന്നിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടാണ് ACOS എന്ന് പറയുന്നത്. സെയിൽസിൻ്റെ അഡ്വർടൈസിങ് കോസ്റ്റ് എന്ന് പറയാം സിമ്പിളായിട്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് നിങ്ങൾ 3000 രൂപയാണ് ഒരു ആഡിന് വേണ്ടി സ്പെൻഡ് ചെയ്തതെന്ന് വിചാരിക്കാം. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് 10,000 റുപ്പീസിൻ്റെ സെയിൽസ് ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പോൾ 3000 ഡിവൈഡഡ് ബൈ 10,000 ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 30% ആണ്. ഈ 30% എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ACOS എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ എന്താണ് 10,000 രൂപയുടെ സെയിൽസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ 3,000 രൂപ ആഡ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ 30% വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്വർടൈസിങ് കോസ്റ്റ് 30% താഴെയായിട്ട് വേണം നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്വർടൈസിങ് ചെയ്യാനായിട്ട് എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓൺലൈനായിട്ട് ബേസിക്കലി നിങ്ങൾ ആഡ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അനലിറ്റിക്സ് പോർട്ടലിൽ ഈ ഒരു ACOS ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾ ACOS കാണുന്ന സമയത്ത് ഇതാണ് സംഗതി എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബ്രേക്ക് ഈവൻ ACOS ആണ്. അതായത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ആഡ്സ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളത്. അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ ACOS എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ബിസിനസ്സിൽ നിന്ന് നമ്മൾ ലാഭവും ഉണ്ടാക്കുന്നില്ല നഷ്ടവും ഉണ്ടാക്കുന്നില്ല എന്ന ആ ഒരു പോയിന്റിൽ, അതാണ് ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത്. ഒരു നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷനാണ്. അതായത് മേ ബി നിങ്ങൾ ഒരു 3 lakh ഇൻവെസ്റ്റ് ചെയ്തു ബിസിനസ്സിൽ എന്ന് വിചാരിക്കുക. നിങ്ങളുടെ റവന്യൂ നിങ്ങൾ ഇതുവരെ ഈ ഒരു 3 മാസം മേ ബി 3 മാസം നിങ്ങൾ ബിസിനസ് റൺ ചെയ്തതിന് നിങ്ങൾ ആ ഒരു 3 ലക്ഷം ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ ബ്രേക്ക് ഈവൻ ആയി എന്ന് നിങ്ങൾക്ക് പറയാം. അതിനുശേഷം നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് കയറുന്നത്. അപ്പോൾ ബ്രേക്ക് ഈവൻ ACOS എങ്ങനെ കണ്ടെത്താമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ ഡിവൈഡഡ് ബൈ സെയിൽസ് പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 30% ആണ് നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ എന്ന് വിചാരിക്കുക. അപ്പോൾ സെയിൽസ് പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസാണ്. അപ്പോൾ ആമസോണിൽ നിങ്ങൾ സപ്പോസ് 350 റുപ്പീസാണ് നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. MRP മേ ബി 400 അല്ലെങ്കിൽ അതിന് എബോവോ അതിന് ബിലോ ഒക്കെ ആവാം. പക്ഷേ സെല്ലിംഗ് പ്രൈസ് നിങ്ങളുടെ 350 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 350 ഇൻറ്റു 100 ആയിരിക്കും നിങ്ങളുടെ ബ്രേക്ക് ഈവൻ ACOS വരുന്നത്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് അറൗണ്ട് ഒരു 8 രൂപ 60 പൈസയൊക്കെയാണ് ബ്രേക്ക് ഈവൻ ACOS വരുന്നത്. അതായത് ഈ 8 രൂപ 60 പൈസ ആയിരിക്കും മാക്സിമം എനിക്ക് ആഡ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്കൊരു എമൗണ്ട് ഈ ഒരു 350 രൂപയുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബ്രേക്ക് ഈവൻ മനസ്സിലാക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് കീവേഡ്സും ബിഡ്സും റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കീവേഡ് റിസർച്ച് നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആമസോണിൽ എന്ത് സെർച്ച് ചെയ്തിട്ടാണ് ആളുകൾ നിങ്ങളുടെ പ്രൊഡക്ട്സ് ഫൈൻഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെയാണ് നമ്മൾ കീവേഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രൊഡക്ട്സിന് റിലവൻ്റ് ആയിട്ടുള്ള ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള കീവേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിനായിട്ട് നിങ്ങൾക്ക് ആമസോണിൻ്റെ കീവേഡ് പ്ലാനറോ ഇല്ലാന്നുണ്ടെങ്കിൽ ഹീലിയം 10 ജംഗിൾ സ്കൗട്ടൊക്കെ പോലെയുള്ള വെബ്സൈറ്റ്സ് ഉപയോഗിക്കാം. പിന്നെ ഇനീഷ്യലി നിങ്ങൾ ബിഡ്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് കോമ്പറ്റീഷൻ അതുപോലെ തന്നെ ആമസോൺ സജസ്റ്റ് ചെയ്യുന്ന ബിഡ് റേഞ്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ബിഡ്സ് സെറ്റ് ചെയ്യാം. അടുത്തൊരു കാര്യമാണ് സ്റ്റാർട്ട് വിത്ത് എ ടെസ്റ്റ് ബഡ്ജറ്റ് എന്നുള്ളത്. അതായത് ഇനീഷ്യലി നിങ്ങൾ ആഡ്സ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു എമൗണ്ട് ഇനീഷ്യൽ ബഡ്ജറ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ആഡ്സ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പെർഫോമൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ നമ്മൾ വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാതെ തന്നെ അത്രയും വലിയൊരു റിസ്ക് എടുക്കാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് സെയിൽസ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾക്ക് പെർ ഡേ മിനിമം ഇത്ര ബഡ്ജറ്റ് എന്ന് ആമസോൺ കാണിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് കാറ്റഗറീനെയും കോമ്പറ്റീഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ഇത്ര മിനിമം ബഡ്ജറ്റ് എന്നുള്ളത് വെച്ചിട്ട് തുടങ്ങാം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അനലൈസ് ആൻഡ് അഡ്ജസ്റ്റ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ക്യാമ്പയിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ റെഗുലർലി മോണിറ്റർ ചെയ്യാം. റെഗുലർലി അത് ആ ഒരു പേജ് നിങ്ങൾ നോക്കുക എന്നുള്ളത് നിങ്ങളുടെ റുട്ടീൻ്റെ ഒരു ഭാഗമാക്കി വയ്ക്കുക. നോക്കുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ത്രൂ റേറ്റ് എത്രയാണെന്നുള്ളത് നോക്കുക, കൺവേർഷൻ റേറ്റ് എത്രയാണെന്നുള്ളത് നോക്കുക, നിങ്ങളുടെ ACOS എന്താണെന്നുള്ളത് നോക്കുക, എത്ര എമൗണ്ട് നിങ്ങൾക്ക് സെയിൽസായിട്ട് ആഡ്സിൽ നിന്ന് വന്നു എന്നുള്ളത് നോക്കുക, ടോട്ടൽ സെയിൽസ് ഫ്രം ആഡ്സ് നോക്കുക. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്, അതായത് ROAS എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആഡ്സ് സ്പെൻഡ് ചെയ്തിട്ട് ഇത്ര എമൗണ്ട് റിട്ടേൺ കിട്ടി എന്നുള്ളത് കാണിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇനി ഇതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങളുടെ ബിഡ്സ് സെറ്റ് ചെയ്യാനും. അതായത് ഇത്ര എമൗണ്ട് ഒരു ക്ലിക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിങ് ആണ് എന്നുള്ളതാണ് ബിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിഡ് എമൗണ്ട് മേ ബി നിങ്ങളൊരു 10 രൂപയാണ് ആ ഒരു ബിഡ് എമൗണ്ട് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർ, അതായത് മേ ബി നിങ്ങൾ ഗ്രോസറി കാറ്റഗറിയിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ബിഡ് 10 ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ഒരാൾ കോമ്പറ്റീഷനിലുള്ള ഒരാൾ 15 റുപ്പീസിന് ആ ഒരു ബിഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആഡ്സ് ആയിരിക്കും കൂടുതൽ മുൻഗണന ആമസോൺ കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ആഡ്സ് പ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് അതിന് വരുന്ന ക്ലിക്സിൻ്റെ മുകളിലായിരിക്കും അവർ പേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്യാമ്പയിൻ്റെ റിസൾട്ട്സിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ പിന്നെ ബിഡ്സ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കീവേഡ്സിൽ ചേഞ്ചസ് വരുത്തേണ്ടത്, ബഡ്ജറ്റ് എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. ഇവഞ്ച്വലി ഇതിൻ്റെ ഒരു നാക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കീവേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ ആഡ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വർക്ക് ആവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം അതിനനുസരിച്ച് ഗ്രാജുവലി നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ എപ്പോഴും നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ACOS, അതായത് അഡ്വർടൈസിങ് കോസ്റ്റ് ഓഫ് സെയിൽസ് നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാമ്പയിൻസ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ബെസ്റ്റ് റിസൾട്ട്സ് ഉണ്ടാക്കുന്നത് വരെ നിങ്ങളുടെ ക്യാമ്പയിൻസ് നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു വൺ ടൈം പ്രോസസ്സായിട്ട് ലീവ് ചെയ്യാതിരിക്കുക. അടുത്തത് സീസണാലിറ്റിയും ട്രെൻഡ്സും കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രൊഡക്ട്സിന് ഏതെങ്കിലും പെർട്ടിക്കുലർ സീസണിൽ സെയിൽസ് കൂടുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഹോളിഡേയ്സ് വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പീക്ക് സീസണിൽ, അതായത് നിങ്ങൾക്ക് സെയിൽസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള സീസണിലേക്ക് കൂടുതൽ ബഡ്ജറ്റ് നിങ്ങൾ അലൊക്കേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിങ്ങൾ കുടകളാണ് വിൽക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ സമ്മർ സീസണിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ച് സ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ മഴ ഉണ്ടാവുന്ന സീസണിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ട്രാഫിക്കും കൂടുതൽ സെയിൽസിലേക്ക് അത് കൺവേർട്ട് ആവാനുള്ള ചാൻസസും ഉണ്ടാവും. അടുത്തതാണ് ആമസോണിൻ്റെ ടൂൾസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്. ആമസോൺ പല ടൂൾസും അഡ്വർടൈസിങ്ങിൽ കൊടുക്കുന്നുണ്ടല്ലോ. അതായത് ആമസോണിൻ്റെ സ്പോൺസേഡ് പ്രൊഡക്ട്സ് ഉണ്ട്, ആമസോൺ സ്പോൺസേഡ് ബ്രാൻഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതുണ്ട്, ആമസോൺ സ്പോൺസേഡ് ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആമസോൺ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ അഡ്വർടൈസിങ്ങിൻ്റെ താഴെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫൈനലായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് നിങ്ങൾ 50 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ 50 രൂപയ്ക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കുന്നത് പ്രോഫിറ്റ് മാർജിൻ 40% കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50 രൂപയുടെ 40%, അതായത് 20 രൂപയായിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ്. ഒരു യൂണിറ്റ് നിങ്ങൾ സെല് ചെയ്യുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ലാഭം എന്ന് പറയുന്നത് 20 രൂപയാണ്. അപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റിൻ്റെ ACOS 20% തീരുമാനിച്ചു വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും സ്പെൻഡ് ചെയ്യുക? 50 രൂപയുടെ 20%, അതായത് 10 രൂപയായിരിക്കും ഒരു പ്രൊഡക്റ്റിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള അഡ്വർടൈസിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ 100 യൂണിറ്റ് സെല് ചെയ്യാനായിട്ടാണ് താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് 100 × 10 രൂപ, അതായത് 1000 രൂപയായിരിക്കും നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ആഡ്സിന് നിങ്ങൾ ബഡ്ജറ്റ് കാണേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം.